യേശു തന്റെ ശിഷ്യന്മാരുമായി കഴിച്ച പെസഹ അന്ത്യത്താഴം, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ ചെറിയവൻ എന്ന ശിഷ്യന്മാരുടെ ഇടയിലെ തർക്കം, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അതിശ്രദ്ധേയമായ പ്രാർത്ഥനയായ കർത്താവിന്റെ പ്രാർത്ഥന വെളിപ്പെട്ട ഗത്സമനയിലെ പ്രാർത്ഥന ആ രാത്രിയിൽ സംഭവിച്ചു. യേശു കർത്താവിനെ പടയാളികൾ കടന്നു വന്ന് പിടിച്ചു. ആ രാത്രിയിൽ പത്രോസ് ഒരു പടയാളിയുടെ കാത് വെട്ടിയിട്ടു. ആ രാത്രിയിൽ തന്നെ യേശു കർത്താവ് ആ കാത് സൗഖ്യമാക്കി. ലൂക്കോസ് 22:39 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. പിന്നെ അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒലിവുമലയ്ക്ക് കടന്നുപോയി. പതിവ് പോലെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് മുൻപും കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ 2 കാര്യങ്ങളിലാണ് യേശു പതിവുകൾ തെറ്റിക്കാതിരുന്നത്. ഒന്ന്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. കൃത്യമായി യേശു ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ സകലത്തിലും നമുക്ക് അതിൽ മാതൃക കാണിച്ചവനാണ്. 2, അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. 2, പ്രാർത്ഥനയുടെ പതിവ് പുത്രൻ മുടക്കില്ലായിരുന്നു. എല്ലാ ദിവസവും മലയിൽ കയറി ചെന്ന് പിതാവിനോട് മിണ്ടുന്ന, പിതാവിനോട് സംസാരിക്കുന്ന, പിതാവിൽ നിന്ന് കേൾക്കുന്ന ഒരു പുത്രനെ ഈ ഭൂമിയിൽ യേശു വെളിപ്പെടുത്തി. വേദപുസ്തകം പറയുന്നു, ആ രാത്രിയിൽ യേശു കർത്താവ് ഒരു വലിയ പരീക്ഷ നേരിടുകയാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്വന്തം ഇഷ്ടമല്ല, സ്വന്തം കൊതിയല്ല, ദൈവഹിതം നടന്നാൽ മതിയെന്ന് ദൈവത്തിന്റെ മുമ്പിൽ താങ്ങാൻ കഴിയാത്ത വ്യഥയുടെ നടുവിലും നെടുമ്പാട് വീണ് സമർപ്പിക്കുന്ന പുത്രനെ, തന്റെ മുമ്പിൽ വന്ന പരീക്ഷകളെ പ്രാർത്ഥനയോടെ അതിജീവിക്കുന്ന പുത്രനെ, തന്റെ ഹൃദയത്തിലെ വേദനകളെ, തന്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെ, തന്റെ ജീവിതത്തിൽ വന്ന വൈഷമ്യങ്ങളെ വിയർപ്പ് രക്തം പോലെ ഒഴുകുന്ന സാഹചര്യത്തിന് മുമ്പിലും പ്രാർത്ഥനയിൽ അതിനെ നേരിടുന്ന ഒരു പുത്രനെ, പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കുവാൻ സ്വർഗം ഇറങ്ങി വരുമെന്നും ദൈവം തന്റെ ദൂതനെ അയച്ച് പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്ന പെസഹ. ഹല്ലേലൂയ. അതേ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നവനെ ദൂതൻ ബലപ്പെടുത്തുവാൻ വരുമ്പോഴും, പതിവ് തെറ്റാതെയുള്ള പ്രാർത്ഥന പെസഹാ ദിനത്തിൽ നടക്കുമ്പോഴും, ജീവിതത്തിൽ വന്ന ടെംപ്റ്റേഷനുകളെ, ജീവിതത്തിൽ വന്ന വെല്ലുവിളികളെ, പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ പുത്രൻ നേരിടുമ്പോഴും, മറുഭാഗത്ത് പ്രാർത്ഥനയുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ ജഡത്തിന്റെ ബലഹീനതയാൽ ഉറങ്ങുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. തമ്പുരാൻ അവരോട് ചെന്ന് ചോദിച്ചു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിനക്കൊരു 10 മിനിറ്റ് എഴുന്നേറ്റിരുന്നൊന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു പെസഹ വ്യാഴാഴ്ച നിനക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഒലിവുങ്ക ചതയുന്നത് പോലെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ശാപവും ശരീരത്തിൽ വഹിച്ച് നമ്മുടെയൊക്കെ മേലിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് പോലെ രോമകൂപങ്ങളിൽ നിന്ന് ചെറിയ വെയിനുകൾ പൊട്ടി, നെർവുകൾ പൊട്ടി, അതിനകത്ത് നിന്ന് ബ്ലഡ് പുറത്തു വന്ന് വലിയ പ്രഷർ കയറി നിൽക്കുന്ന ഒരു പുത്രനെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നു. തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട് ശിഷ്യന്മാർ മുഴുവൻ തന്നെ വിട്ട് ഓടിപ്പോകുമ്പോഴും പ്രാർത്ഥനയുടെ സഹായം നൽകേണ്ടവൻ മറുഭാഗത്ത് പരമ്പ് വിരിച്ചു കിടന്നുറങ്ങുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടയിൽ നിന്ന് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ഒരു ഒലിവുങ്ക ചതയുന്നത് പോലെ ഒലിവുമലയിൽ അവൻ തകർന്നെങ്കിൽ, ആമേൻ, ഇതേ പുത്രൻ സ്വർഗാരോഹണം ചെയ്തത്, അങ്ങ് താന്നുപോയത്, അങ്ങ് തകർക്കപ്പെട്ടത് ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട്, വാക്കുകൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് ഒലിവുമലയിൽ തകർക്കപ്പെട്ടവൻ അതേ ഒലിവുമലയിൽ നിന്നാണ് മുകളിലേക്ക് പോയതെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യേശു സ്വർഗാരോഹണം ചെയ്തത് ഒലിവുമലയിലാണ്.
യേശു സ്വർഗാരോഹണം ചെയ്തത് ഗലീല കടൽപ്പുറത്ത് വെച്ചല്ല, നിന്ന സ്ഥലത്ത് നിന്ന് ഒരു മേഘം അവനെ വന്ന് മൂടി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. ദൂതന്മാരുടെ പ്രത്യക്ഷത ശിഷ്യന്മാർക്കുണ്ടായത് ഒലിവുമലയിലാണ്. നിന്റെ താഴ്ചകളെ ഉയർച്ചകളാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നീ തകർന്ന് വീണെടുത്ത് നിന്ന് ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് നീ പറഞ്ഞെടുത്തു നിന്ന്, ആമേൻ, മനുഷ്യ സഹായങ്ങളില്ലാതെ, വ്യക്തികളുടെ പരസഹായങ്ങളില്ലാതെ നിന്റെ സമയമാകുമ്പോൾ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാവോ? താങ്ങാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അത് കേട്ടോ. പിതാവേ, കഴിയാണേ ഈ പാനപാത്രം, നിനക്ക് മനസ്സുണ്ടേ എന്നിൽ നിന്ന് നീക്കണേ. ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. ഒട്ടും താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിന് നടുവിലും എന്റെ ഇഷ്ടം നടക്കണ്ട, എനിക്കെന്റെ കൊതി വേണ്ട, നിന്റെ ഹിതം മതി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുൻപിൽ നെടുമ്പാട് വീണവനെ അതേ ഒലിവുമലയിൽ വെച്ച് പൊക്കിക്കൊണ്ടുപോയ ഒരു ദൈവത്തെ നിനക്കറിയാമോ? പ്രാർത്ഥനയിൽ ആരംഭിച്ചവനെ പ്രതിസന്ധികൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. തന്റെ 30ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് താൻ പ്രാർത്ഥിക്കുമ്പോഴല്ലേ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങിയത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ചെയ്തപ്പോൾ അവൻ അപ്പമെടുത്ത് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു, ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയവനല്ലേ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ നേരിട്ടത്, പ്രാർത്ഥനയിൽ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചത്. ഒലിവുമല നിന്റെ അവസാനമല്ല. യഹൂദന്മാർ കഴുതി ഈ വ്യാഴാഴ്ച കൊണ്ടെല്ലാം അവസാനിച്ചെന്ന്. ആ വ്യാഴാഴ്ച രാത്രിയിൽ അവനെ പിടിച്ചു കെട്ടുമ്പോൾ, ആ വ്യാഴാഴ്ച രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ കരുതി അതുകൊണ്ടെല്ലാം അവസാനിച്ചെന്ന്. ഇന്ന് രാത്രിയിൽ ഇത് വ്യാഴാഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇത് വെള്ളിയാഴ്ച കൊണ്ട് തീരുന്നതല്ല. ഒലിവുമലയിൽ നിന്റെ രക്തം വീഴപ്പെട്ടെങ്കിൽ, ഒലിവുമലയിൽ ശിഷ്യന്മാർ നിന്നെ വിട്ട് ഓടിപ്പോയെങ്കിൽ, അതേ ഒലിവുമലയിൽ വെച്ച് തന്നെ നിന്നെ ഉയർത്തിക്കൊണ്ടു പോകുന്ന യേശു കർത്താവ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി വീണ്ടും വരും. വീണ്ടും വന്നിട്ട് അവന്റെ പാദം എവിടെയാ തൊടാൻ പോകുന്നേ? ഗലീല കടൽപ്പുറത്തല്ല, മീൻ കിട്ടിയ, മീൻ ഉണ്ടാക്കി വിളമ്പിയ ഗലീല കടൽപ്പുറത്തല്ല, മർക്കോസിന്റെ വീട്ടിനകത്തല്ല, മറ്റൊരു പ്രദേശത്തുമല്ല, അത്ഭുതങ്ങൾ നടന്ന കവർന്നഹോമിലല്ല. താൻ എവിടെയാണോ മുഴക്കാൽ മുടക്കി എല്ലാ ദിവസവും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്, താൻ എവിടെയാണോ അവന്റെ രക്തം ആദ്യം വീണത്, അതേ ഒലിവുമലയിൽ അവന്റെ പാദങ്ങൾ വീണ്ടും ഉറപ്പിക്കപ്പെടും എന്ന്